3 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടാണ് അല്ലാഹു സത്യം ചെയ്തത് എന്ന് ചില മുഫസ്സിരീങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? വത്തീൻ, അത്തിമരം തന്നെയാണ് സത്യം. ഒലീവിനെ തന്നെയാണ് സത്യം. അത് മൂസാ നബിയെ കൊണ്ടാണത്രേ. എന്നിട്ട് അല്ലാഹു പറയുന്നു വഹാദൽ ബലദിൽ വതൂരി സീനാ വതൂരി സീനീ. അത്തിമരത്തെയും സൈത്തൂൻ മരത്തെയും ഈസാ നബിയെ കേന്ദ്രീകരിച്ചാണ്. അത്തിമരവും ഒലീവ് മരവും ഈസാ നബിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാ. വതൂരി സീനീ, തൂരി സീനാ പർവ്വതത്തെ തന്നെയാണ് സത്യം. മൂസാ നബിയോട് ബന്ധപ്പെട്ടതാണ്. വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വത്തിന്റെ മണ്ണായ ഈ പരിശുദ്ധ മക്കയെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫയായ തന്നെയാണ് സത്യം. 3 പ്രവാചകന്മാരെ കൊണ്ട് സത്യം ചെയ്തു വത്രേ. അത്തിമരവും സൈത്തൂൻ എന്ന ഒലീവും, അതുപോലെ തൂർ സീനാ പർവ്വതവും, അതുപോലെ പരിശുദ്ധമായ മക്ക എന്ന ഏറ്റവും നിർഭയത്വത്തിന്റെ മണ്ണ്, ആ മണ്ണിനെ തന്നെയാണ് സത്യം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹു സത്യം ചെയ്യുകയാണ്. ലഖദ്, ലഖദ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന പണ്ഡിതന്മാർക്കറിയാ സഹോദരങ്ങളെ, അവിടെ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞത് 6 കാര്യങ്ങളാണ്. 1 വത്തീൻ അത്തിമരം, 2 വസൈത്തൂൻ ഒലീവ് മരം, 3 വതൂരി സീനീ തൂരി സീനാ പർവ്വത, 4മത്തേത് വഹാദൽ ബലദിൽ അമീൻ പരിശുദ്ധമായ മക്ക. പിന്നെ അല്ലാഹു സത്യം ചെയ്തത് ഒരു അക്ഷരമാണ്, ലാ എന്ന അക്ഷരം. ലാ എന്ന അക്ഷരം കടന്നു വരുമ്പോൾ അത് സത്യത്തെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ പറഞ്ഞത് ഖദ് എന്ന വേടാണ്, പദമാണ് ഖദ്. അത് 6മത് പറഞ്ഞ സത്യമാണ്. അഥവാ ലഖദ് ഖലഖനൽ ഇൻസാന, മനുഷ്യനെ നിശ്ചയമായും പടച്ചത് ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല സൗന്ദര്യത്തിലാണ്. ഏറ്റവും നല്ല സുന്ദരമായ കോലം മനുഷ്യന്റെതാ. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇമാം മാലിക്കിനോട് ഇമാം ഷാഫി തങ്ങൾ ചോദിക്കുകയാണ്, ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ സൂര്യനേക്കാൾ നല്ലതെന്നല്ലേ, ചന്ദ്രനേക്കാൾ നല്ലതെന്നല്ലേ, നക്ഷത്രങ്ങളെക്കാൾ നല്ലതെന്നല്ലേ, സമുദ്രത്തേക്കാൾ നല്ലതെന്നല്ലേ, മാമലകളെക്കാൾ നല്ലതെന്നല്ലേ, മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന നയനാനന്ദകരമായ ഏതെല്ലാം പടപ്പുകളുണ്ടോ അങ്ങേ അറ്റം പറഞ്ഞാൽ സ്വർഗത്തെക്കാൾ ഏറ്റവും സൗന്ദര്യത്തിൽ അല്ലാഹു പടച്ച ഒരേ ഒരു പടപ്പേരാ ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യന്റെ സൃഷ്ടിപ്പാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ തലമുടി മുതൽ തള്ള വിരൽ വരെ ചർച്ച ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഘടന. ഓ, എന്തൊരു സൃഷ്ടിപ്പാ! അഹ്സനു തഖ്വീം, അഹ്സനു തഖ്വീം. ഏറ്റവും മനോഹരമായ കോലത്തിൽ അള്ളാഹു പടച്ചത് മനുഷ്യനെയാണ്. സൂര്യനെ ചന്ദ്രനേക്കാൾ ഏറ്റവും നല്ല സൗന്ദര്യം മനുഷ്യനാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാന് ഇന്നലെയും മെനിങ്ങാനും ശ്രീകണ്ഠപുരത്ത് പഴയങ്ങാടിയിലാണ്. അവിടെ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ പ്രദേശത്ത് വയലു പറയാൻ വേണ്ടി വരുന്നത്. എന്നെ ഇവിടെ എത്തിച്ചത് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നാസർ സാഹിബാണ്. അദ്ദേഹം റിട്ടയർഡ് SI ആണ്. ആറളത്ത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ചാലക ശക്തി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ആംബുലൻസ് സംവിധാനം, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ നാസർ സാഹിബ്. അദ്ദേഹമാണ് എന്നെ ഈ പരിപാടിക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നതും ഈ പരിപാടിയുടെ സംഘാടകർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഞാൻ ഇന്ന് പ്രസംഗത്തിന് കയറുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഭക്ഷണം കഴിച്ച മുനീർ എന്ന് പറയുന്ന സഹോദരന്റെ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദിനെ ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്, വേറെ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ ആകട്ടെ ഞാൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ജനിച്ചിട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹവും എന്നെ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മളൊരു വണ്ടി വിറ്റു, ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മളൊരു വണ്ടി വിറ്റു, ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് നമ്മൾ വിറ്റു. വർഷങ്ങൾ കഴിഞ്ഞു നമ്മൾ ആ വണ്ടി ഹൈവേയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൗണിലോ വെച്ച് കണ്ടു. നമ്മൾ എങ്ങനെയാണ് ആ വണ്ടിയെ തിരിച്ചറിയുക? അങ്ങനെയായിരിക്കും. അങ്ങനെ തിരിച്ചറിയുക. സാധാരണ പ്രസംഗത്തിന് പോകുമ്പോൾ കുറച്ച് കുട്ടികൾ മുന്നിലുണ്ടാവും, അവർ നല്ല ഉഷാറാണ്. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോഴേ വിളിച്ചു പറയും. അതൊരു ഉണർവാണ്. നമ്മളെ വാഹനം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? പറയും.
തിരുവനന്തപുരത്ത്, ഞങ്ങളുടെ നാട്ടിൽ, കണ്ണൂർ ജില്ലയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, തിരുവനന്തപുരത്തൊക്കെ തിരിച്ചറിയുന്നത് നമ്പർ കണ്ടിട്ടാണ്. ആ അതെ, ശരി, നമ്പർ കണ്ട് തിരിച്ചറിയും, അല്ലാതെ തിരിച്ചറിയില്ല, അല്ലാതെ തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ 2-3 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം ഒരു ആടിനെ വളർത്തി. അത് സുന്നത്താണല്ലോ. ആടിനെ മേയ്ക്കാത്ത ഒരു പ്രവാചകനും ഇല്ല. ആട് ബറക്കത്തുള്ള ജീവിയാണ്. ഈ ആടിനെ വളർത്തിയിട്ട് 1 വയസ്സ് കഴിഞ്ഞ് 1.5 ആകുമ്പോ പിന്നെ അത് നമ്മളെ കുത്താൻ തുടങ്ങും, അത് നമ്മളെ ഇടിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും ഒരു ആട് ശരാശരി 7 കൊല്ലം ജീവിക്കുമെന്നാണ്. ലൈവിൽ ഇതൊന്നും പറയാൻ പറ്റൂല, നാളെ ഇതായിരിക്കും ട്രോള്. എന്നാൽ ഈ പഹയന്മാര് വിവരമുള്ള ആരുടെങ്കിലും ചോദിക്കോ, ഞാൻ ഇപ്പൊ ഏറ്റവും വലിയ ട്രെൻഡ്, ഏറ്റവും വലിയ ട്രോൾ എന്ന് പറഞ്ഞാൽ, എന്നെ ട്രോളുന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചു, കൊല്ലവർഷം എന്ന് പറയുന്നല്ലോ, കൊല്ലവർഷം 1, കൊല്ലവർഷം 2, ഇത് കൊല്ലത്ത് വെച്ചാണ് ഇതിന് രൂപം കൊടുത്തത്. കൊല്ലത്ത് വെച്ച് അതിന്റെ വർഷം അടക്കം ഞാൻ പറഞ്ഞു, അന്ന് ഭരിച്ച രാജാവിന്റെ പേരടക്കം ഞാൻ പറഞ്ഞു. ഇതൊന്നും ഒരു പ്രശ്നമല്ല. സലീം കുമാറിന്റെ ഏതോ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് എടുത്ത് വെച്ച്, വേറെ ജോലിയൊന്നുമില്ലല്ലോ, പണിയൊന്നും ഇല്ലാതിരിക്കുകയാണല്ലോ. ഇപ്പോ പിന്നെ ജിയോടെ സിം ആയതുകൊണ്ട് ഒരു പണിയില്ല, അതൊക്കെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് വെറുതെ എടുത്ത് വെച്ച് കൂലിപ്പണിയൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് മുസ്ലിയാരുടെ പുതിയ അറിവ് എന്ന് പറഞ്ഞിട്ട് സലീം കുമാറിന്റെ ചില കമന്റുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി കൊടുത്തപ്പോഴേക്കും ഏറ്റെടുക്കാൻ ഒരു സമൂഹം ഉണ്ടായി. അങ്ങനെ അങ്ങോട്ട് പരത്തി വിട്ടു. ഞാൻ അതിന്റെ കൃത്യമായ രേഖകൾ അങ്ങോട്ട് തട്ടി വെച്ചു കൊടുത്തപ്പോ പിന്നെ മിണ്ടാട്ടയില്ല. 7 വർഷമാണ് ഒരു ആടിന്റെ ആയുസ്. ഇല്ലെങ്കിൽ ആട് കച്ചവടക്കാരത്ത് ചോദിച്ചു, അവർക്ക് 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരും നിർത്തൂല. 2 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെക്കാല് പൊക്കമാവും, പള്ളിയിലെ ഉസ്താദിനെക്കാല് താടിയാവും, അല്ലേ? പിന്നെ കുത്താൻ നിൽക്കും അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിച്ചു, അബൂ ഹനീഫ ഇമാമിന്റെ ചരിത്രത്തിലുണ്ട്, ആട് മോഷണം പോയി. അബൂ ഹനീഫ ഇമാം നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് ആട് ബിസിനസ് ഉള്ള ഒരാളുടെ അടുത്ത് നിന്ന് ചോദിച്ചു, അല്ല, ഒരു ആട് എത്ര കൊല്ലം ജീവിക്കും? അങ്ങേ അറ്റം പോയ 7 കൊല്ലം എന്ന് പറഞ്ഞു. 7 വർഷം വരെ അബൂ ഹനീഫ ഇമാം ആട്ടിറച്ചി കഴിച്ചിട്ടില്ല. എന്താണെന്നറിയോ? ഇത് ഏവനെങ്കിലും ഓട്ടിച്ചോണ്ട് പോയി ആരെങ്കിലും കൊണ്ടുവന്ന് അറുത്ത്, ഏവനെങ്കിലും ഒരു ഇറച്ചി വാങ്ങി ആരെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് അതിനെ ഭാര്യ വേവിച്ച് തന്ന് ഹറാമായ മുതൽ, ഇത് മൂപ്പർക്ക് ഹറാമല്ല, എന്നാ പോലും അത് വേണ്ടാന്ന് തീരുമാനം എടുത്ത ആളാണ് മഹാനായ സയ്യിദുന അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാനി റളിയല്ലാഹു അൻഹു. ഒരു മദ്ഹബിന്റെ ഇമാമാണ്. അത്രയ്ക്ക് സൂക്ഷ്മത ഉള്ളത് കൊണ്ടാ ഇത്രയും വലിയൊരു സമൂഹം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായത്. നമുക്കെന്ത് ഹറാം, എന്ത് ഹലാല്, പോത്തിന് എന്ത് ഏത്തവാഴ, ഒന്നുമില്ല. നമുക്ക് ഹലാല് ഹറാമൊന്നൊരു പ്രശ്നമല്ല, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയാണ്, 7 വയസ്സ് വരെ ജീവിച്ചിരിക്കും. ഒരു ആടിനെ 1 കൊല്ലം വീട്ടിൽ വളർത്തി. പെണ്ണുങ്ങൾക്ക് ഭർത്താവ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഭർത്താവ് ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വളർത്തുന്ന ആടൊന്നും കഴിച്ചില്ലെങ്കിൽ പിന്നെ എപ്രാളമാണ്. ഈ ആടിനെ വളർത്തിയ ആടിനെ 1 കൊല്ലം കഴിഞ്ഞപ്പോ നിങ്ങൾ വിറ്റു. ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഈ ആടിനെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? പറ്റൂല. നമ്മളെ വണ്ടി തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാ? നമ്പർ ഉള്ളത് കൊണ്ടാ. നമ്പർ മാറ്റിയാലോ തിരിച്ചറിയൂല. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒരു 50 വർഷത്തിന് മുമ്പ് നിങ്ങൾ വിദേശ രാജ്യത്തോ ഏതെങ്കിലും GCC-യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഫ്രിക്കൻ കൺട്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂഖണ്ഡത്തിൽ വെച്ച് നിങ്ങൾ ഒരാളെ കണ്ടെന്നിരിക്കട്ടെ, അത് വെളുത്തവനാകാം, കറുത്തവനാകാം, ചുവന്നവനാകാം, ആരും ആയാലും അവനെ 50 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിങ്ങൾ കണ്ടാലും നിങ്ങൾ അയാളോട് പറയും, എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന്. എന്താ കാര്യം? മനുഷ്യന്റെ കോലത്തെ അള്ളാഹു പടച്ചത് എല്ലാം ഒരുപോലെയല്ല. മനുഷ്യൻ നിർമ്മിക്കുന്നതൊക്കെ ഒരുപോലെയാണ്. തിരിച്ചറിയാൻ പറ്റൂല. മൃഗങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ ഒരു ഐഡന്റിറ്റി അല്ല കൊടുത്തിട്ടില്ല. മനുഷ്യനാണെങ്കിലോ, ഇന്ന് ഈ വിരല് വെച്ചിട്ട് നമ്മൾ വിരല് വെക്കാറുണ്ടല്ലോ, ഈ വിരലടയാള വിദഗ്ധര് വന്നിട്ട്, ഞാൻ ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടായതിനു ശേഷം ഞാൻ ഇവിടെ വന്നു, അറിയാതെ ഞാൻ എന്തെങ്കിലും ആ ഒരു സാധനം എടുത്തുപോയാൽ, നിയമപാലകര് പോലും ഒരു കൊലക്കത്തി എടുക്കുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ടവല് കൊണ്ടാണ് ആ കൊലക്കത്തി എടുക്കുക. എന്തുകൊണ്ട്? നമ്മുടെ വിരളതിൽ പതിഞ്ഞാൽ ലോകത്തുള്ള കോടാന കോടി ജനങ്ങളുടെ വിരലുകളുടെ ഓരോരുത്തരുടെയും വരയുണ്ടല്ലോ. ഈ വര വ്യത്യസ്തമാണ്. എല്ലാവരുടെയും
വിരലുകളുടെയും വര ഒരുപോലെയല്ല. എന്റെ വിരൽ വെക്കുന്ന വിരൽ വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും ഒരടയാളപ്പെടുത്തിയാൽ ആരെങ്കിലും പിന്നീട് വന്ന് അതിൽ ഒരു വിരൽ വെച്ച് അതുപോലെയാണ് എന്റേതാണ് എന്ന് പറയാൻ ലോകത്തിന്റെ പിതാവിനോ എനിക്ക് ജന്മം നൽകിയ ഉമ്മാക്കോ എന്റെ കൂടെ പറഞ്ഞ സഹോദരന്റെ വിരലുകൾക്കോ എന്റെ ഭാര്യയുടെ വിരലുകൾക്കോ ഞാൻ ജന്മം നൽകിയ എന്റെ മക്കളുടെ വിരലുകൾക്കോ എന്റെ വിരലുകളോട് സാമ്യമില്ല. ഇത് അല്ലാഹു മനുഷ്യന് മാത്രം കൊടുത്ത പദവിയാണ്. അള്ളാഹു ഒരിക്കലും മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ സൃഷ്ടിച്ചില്ല. തിരിച്ചറിയും, എവിടെ വെച്ചെങ്കിലും തിരിച്ചറിയും. കൊല്ലങ്ങൾ എത്രയോ കഴിയട്ടെ. അതുകൊണ്ടാണ് മുനീർ സാഹിബ് ചോദിച്ചത്, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. മൂപ്പര് ഏതോ സ്ഥലത്ത് പോയപ്പോ എവിടെയെങ്കിലും ഞാൻ പ്രസംഗിക്കുന്ന കണ്ടിട്ടുണ്ടാകാം. മറക്കൂല സഹോദരങ്ങളെ, മനുഷ്യനെ കണ്ടാൽ ഒരിക്കലും മറക്കൂല. എവിടെങ്കിലും വെച്ച് നമ്മൾ കണ്ടിട്ടുള്ള ഒരാളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കും. അതാണ് അള്ളാഹു ഇത്രയും നല്ല സൗന്ദര്യം സൃഷ്ടിച്ചത്. തീരുന്നില്ല, ഇനി കേട്ടോ. ആദരവായ പ്രവാചകന്റെ മുന്നിലേക്ക് സഹാബത്തിന്റെ ഇടയിൽ വെച്ചൊരാള് കടന്നു വരികയാണ്. നല്ല കറുത്ത വസ്ത്രം, നല്ല കറുത്ത തലമുടിയുള്ള, നല്ല കറുത്ത ദാടിയുള്ള, നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച ശുഭവസ്ത്രധാരിയായ, നല്ല കറുത്ത തലമുടിയുള്ള, നല്ല വെളുത്ത ശരീരമുള്ള, നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച ഒരാള് കടന്നു വരികയാ. അള്ളാന്റെ ഹബീബിന്റെ മുട്ടോട് മുട്ട ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് റസൂലുള്ള വ്യക്തമായ ശക്തമായ മറുപടിയും കൊടുത്തു. അയാള് എല്ലാം സമ്മതിച്ചു കൊണ്ടിറങ്ങിപ്പോയി. ആ സമയത്ത് സഹാബത്തിനോട് റസൂലുള്ള പറയുന്നു, ഈ വന്ന ആളാരാണെന്നറിയോ? അതാക്കും ജിബ്രീൽ, ഈ വന്നത് ജിബ്രീലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് ജിബ്രീലിനെ തനതായ ശൈലിയിൽ കണ്ടിട്ടുള്ളത് ഒന്നിലധികം 3-ൽ താഴെ പ്രാവശ്യമാണ്. സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബിനെ, ഹബീബ് ജിബ്രീലിനെ കണ്ടിട്ടുള്ളത് യഥാർത്ഥ കോലത്തില് 7 ചക്രവാളം വരെ താഴ്ന്നു കിടക്കുന്ന ഭീമാകാരമായ ചിറകുകളോട് ജിബ്രീലിനെ കണ്ടിട്ടുള്ളത് 2 ഘട്ടങ്ങളിലാണ്. സഹോദരങ്ങളെ, ബാക്കി റസൂലുള്ളാഹിന്റെ അടുത്ത് ജിബ്രീൽ വരുമ്പോൾ അദൃശ്യമായിട്ട് വരാറുണ്ട്. ദൃശ്യമായി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വരുമ്പോ സഹാബത്ത് കാണുന്ന കോലമേതാ? സുന്ദരമായ മനുഷ്യ കോലത്തിലാ. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള പടപ്പ് അത് മനുഷ്യന്റെ പടപ്പായതുകൊണ്ട് മലക്കുകൾ പോലും വേഷപ്രസന്നമാകുന്നത് മനുഷ്യകോലത്തിലാണ്. അല്ല പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല കോലത്തിലാണ്. അല്ല മനുഷ്യനെ ആദരിച്ചതിന്റെ 3ാമത്തെ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. 1 മുഷാവറ, 2 സമയമാണ്. ഇനി 3ാമതായിട്ട് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ച രൂപമാണ്. ഏറ്റവും നല്ല കോലത്തിൽ മനുഷ്യനെ അല്ല പടച്ചെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ നന്ദിയാകിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? കണ്ണാടി നോക്കുമ്പോ റസൂലുള്ള ദുആ ചെയ്യുന്നതിൽ അത് വ്യക്തമാണ്. കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് നീ നിന്റെ സൗന്ദര്യത്തെ പറ്റി നോക്കുമ്പോൾ എന്താ പെങ്ങളെ പറയേണ്ടതെന്നറിയോ? അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. പരമാണു മുതൽ പരലോകം വരെ പഠിപ്പിച്ച റസൂലുള്ള, അടുക്കള മുതൽ അമ്പാരാട്ടം വരെ പഠിപ്പിച്ച റസൂലുള്ള, A to Z എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തന്ന റസൂലുള്ള, ഒരു മനുഷ്യന്റെ വഫാത്ത്, ജനനം മുതൽ മരണം വരെ, അവന്റെ ബർത്ത് മുതൽ ഡെത്ത് വരെയുള്ള സകലമായ കാര്യങ്ങളെ പറ്റി ദിശാബോധം നൽകിയ റസൂലുള്ള അവിടെ കണ്ണാടി നോക്കുമ്പോൾ എന്താ ചൊല്ലിയതെന്നറിയോ? അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസൻത ഖൽഖി. അല്ലാഹുവേ, എന്റെ സൃഷ്ടിപ്പ് നന്നാക്കി തന്ന റബ്ബേ, എന്ത് നല്ല സൗന്ദര്യമാണ് ഞാൻ, എന്ത് നല്ല സൗന്ദര്യമാണ് എനിക്ക് നീ തന്നത്. എന്റെ മൂക്കിന്റെ ഘടന എന്താ, എന്റെ കണ്ണിന്റെ ഘടന എന്താ, എന്റെ ചുണ്ടിന്റെ ചലനം, ചുണ്ടിന്റെ ഘടന എന്താ, എല്ലാം എനിക്ക് നീ തന്നല്ല തമ്പുരാനെ. അതുകൊണ്ട് ഹസൻത ഖൽഖി, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി, എന്റെ സ്വഭാവം കൂടി നന്നാക്കി തരണേ എന്ന് റസൂലുള്ള ദുആ ചെയ്തത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം മോശമായത് കൊണ്ടല്ല, പിന്നെയോ ഇത് ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കണ്ണാടി നോക്കുമ്പോ എന്താ ചൊല്ലേണ്ടത്? റബ്ബേ, എന്റെ ശരീരത്തെ, രൂപലാവണ്യത്തെ, ഘടനയെ, ആകാര വടിവിനെ, ആകാര സൗട്ടവത്തെ ഏറ്റവും മെച്ചപ്പെടുത്തി തന്ന റബ്ബേ, ഇതുപോലെ എന്റെ ഉള്ളും നന്നാക്കി തരണേ അല്ലാ. എന്റെ ഉള്ളു നന്നാക്കണേ റബ്ബേ, എന്റെ പുറം നന്നാക്കിയതുപോലെ എന്റെ ഉള്ളു നന്നാക്കണേ അല്ലാ. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട.
അകം ശുദ്ധിയാക്കാതെ പുറമിനുക്കണ്ട, കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. തഴവാ ഉസ്താദ് പറഞ്ഞതാണ്. എന്താ നമ്മൾ നല്ല സമയത്ത് അള്ളാഹു നമ്മളെ പടച്ചെങ്കിൽ നമ്മൾ തിരിച്ചെന്താ ചെയ്യേണ്ടത്? നല്ല രൂപത്തിൽ അള്ളാഹു പടച്ചെങ്കിൽ നമ്മൾ എന്താ തിരിച്ചല്ലാഹുവിന് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ പുറം അള്ളാഹു നന്നാക്കി തന്നു, അകം നമ്മൾ നന്നാക്കുക. ചില ആളുകൾ കാണാൻ നല്ല സൗന്ദര്യവാന്മാരാണ്, നല്ല കാണാൻ മൊഞ്ചന്മാരാണ്, പക്ഷെ ഉള്ള് കൊള്ളത്തില്ല. ചില ആളുകൾ പുറത്ത് വെളുപ്പാണ്, അകം കറുപ്പാണ്. ചില ആളുകൾ അകം വെളുത്തിരിക്കും, പുകം കറുത്താലും വേണ്ടൂല. സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിശോധന നടത്ത്. നമ്മുടെ ഉള്ളു നന്നാക്കണം. കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട, അകം ശുദ്ധിയാക്കാതെ പുറമിനുക്കണ്ട, കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. കക്കൂസിന്റെ പ്രത്യേകത എന്താ? ഹാർപ്പിക്കും അതുപോലെ തന്നെ മറ്റ് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് കഴുകിയാൽ നല്ല പളപളാ മിന്നും. നേരെ മറിച്ച് അതിന്റെ ഉള്ളിൽ മാലിന്യമല്ലേ. അതുപോലെ പുറത്തിങ്ങനെ വില കൂടിയ കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ മുഖമൊക്കെ നന്നാക്കാൻ പറ്റും. പക്ഷെ അതിലല്ല കാര്യം. അകത്ത് വെളുപ്പുണ്ടാകണം, അകത്ത് വെളുപ്പുണ്ടാകണം. പ്രകാശം അകത്താ ഉണ്ടാകേണ്ടത്, വെളിയിലല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഉള്ളു നന്നാക്കുക എന്ന സന്ദേശം, അല്ലെങ്കിൽ ഉള്ളു നന്നാക്കുക എന്ന കാര്യമാണ് നമ്മൾ ഇതിന് പകരമായി ചെയ്യേണ്ടത്. മൂന്നാമത് അതാണ്. ഇനി ഞാൻ രണ്ടെണ്ണം കൂടെ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനു മുമ്പ് ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു എല്ലാവരും ഓരോ ഹദിയ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം. ഇനി നാളെയും മറ്റന്നാളുമാണ് ഇവിടെ പ്രസംഗമുള്ളത്. നാളെ ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളാണ്. ഞാനുമായിട്ട് അഭേദ്യമായ ബന്ധമാണ്. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്നു. ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളുടെ മകളുടെ വിവാഹത്തിന് എന്നെ ക്ഷണിച്ചതാണ്. പ്രഭാഷണവും എന്നെയാണ് ഏൽപ്പിച്ചത്. പക്ഷേ എത്തിച്ചേരാൻ എനിക്ക് സാങ്കേതിക ചില തടസ്സങ്ങൾ വന്നു. എന്നാലും ഞാൻ അതിനടുത്ത് തൃപ്പനച്ചിയിൽ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിന്റെ മഖാമിന്റെ മുമ്പിൽ അന്ന് തന്നെ എനിക്ക് പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗം കഴിഞ്ഞ് നേരെ ഞാൻ മുത്തന്നൂർ തങ്ങളുടെ വീട്ടിൽ പോയി. രാത്രി 12-12:30 മണിക്കും മുത്തന്നൂർ തങ്ങൾ ഹൃദ്യമായ സ്വീകരണം തന്ന് ഒരുപാട് നേരം, മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ചെലവഴിച്ചു. ബഹുമാനപ്പെട്ട തങ്ങൾ നാളെ ഇവിടെ ദുആക്ക് നേതൃത്വം നൽകുന്നു. അതുപോലെ തന്നെ ഇനിയും അത് കഴിഞ്ഞാൽ പിന്നെ കോയാക്കാപ്പാട് സംഘം നടത്തുന്ന ഇശൽ വിരുന്ന്, ഇങ്ങനെയൊക്കെ 2 പരിപാടിയാണ് ഇനി നാളുകളിൽ ഉള്ളത്. നല്ല കാര്യമായ നിലയിലുള്ള സംഭാവനകൾ നൽകുക. നമ്മുടെ ഈ പള്ളി ഉണ്ടല്ലോ, പള്ളിക്ക് ഇനി ഒരു ബാധ്യതയുണ്ട്. ഞാനിപ്പോൾ പിരിവ് തുടങ്ങി ഞങ്ങളെ എണീച്ച് പോകും. അതുകൊണ്ട് ഞാൻ പിരിവ് പിന്നീടാക്കാം. നിങ്ങൾ സഹകരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വമാണ് അള്ളാഹു തന്ന ഈ പള്ളി ഉണ്ടല്ലോ. ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഈ നാടിന്റെ ഈ പള്ളി ഇങ്ങനെ ആയി കാണണമെന്ന് ആഗ്രഹിച്ചത് ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളാണ്, മുസ്ലിങ്ങളാണ്, മനുഷ്യരാണ്. എന്തുകൊണ്ടാണ്? ഇത് കേവലം ഒരു നിസ്കാരം നടക്കുന്ന, ദിക്ർ നടക്കുന്ന, സ്വലാത്ത് ചെല്ലുന്ന ഒരു പള്ളി എന്നതിനപ്പുറത്ത് ഇത് ഒരു സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. പണ്ടുള്ള ആളുകളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയുന്നൊരു വാക്കുണ്ട്, പോയി എവിടെ പറയടാന്ന്, പോയി പള്ളി പറയടാന്ന് പറയും. എന്റെ അർത്ഥം എന്താ? പള്ളി പറഞ്ഞ പരിഹാരമാവൂന്നറിയാം. മദീനയിൽ അങ്ങനെയാണ്. പുറത്തുള്ള തർക്കങ്ങൾക്ക് പരിഹാരം പള്ളിയായിരുന്നു ഒരു 10-25 വർഷം മുമ്പ് വരെ. ഇപ്പോ പള്ളിക്കകത്ത് നടക്കുന്ന പല കാര്യങ്ങളും പരിഹരിക്കുന്നത് ചായക്കടയിൽ വെച്ചാണ്. തല തിരിഞ്ഞു. അതുകൊണ്ട് പോയി പള്ളി പറയടാന്ന് പറയണത് എന്തുകൊണ്ടാ? പള്ളി പറഞ്ഞ പരിഹാരം ഉള്ളത് കൊണ്ടാണ്. പള്ളിയിൽ പറഞ്ഞ പരിഹാരം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാടിന്റെ, ഈ മസ്ജിദ് ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഇവിടുത്തെ ഹൈന്ദവ സഹോദരന് ഒരു പട്ടിണി ഉണ്ടായാൽ അതിന് പരിഹാരം നാടി കൊടുക്കേണ്ടത് ഈ പള്ളിയാണ്. ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിക്ക് വീട് വെക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ടാൽ ഈ പള്ളിയിലാണ്. എന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ജുമയ്ക്ക് പോകുന്ന തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിൽ കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഞാൻ ജുമയ്ക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ ഒരു ഹൈന്ദവ
ഹൈന്ദവ സഹോദരി വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് കിടപ്പാണ്, എനിക്ക് ക്യാൻസർ ബാധിച്ചിട്ട് വല്ലാത്ത അസ്വസ്ഥതയാണ്, എനിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം എന്തെങ്കിലും പള്ളിയിൽ പറഞ്ഞൊരു സഹായം തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പള്ളിയിൽ പറഞ്ഞു. അവർക്ക് സഹായം കിട്ടി. ആളുകൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി കൊടുത്തു. അതിനു മുമ്പ് കമ്മറ്റിക്കാര് തന്നെ ബക്കറ്റുമായി നിന്നിട്ട് മഹല്ലിലെ നമ്മുടെ മഹല്ലിന്റെ ആ മഹല്ലിന്റെ പരിസരത്തുള്ള ഒരു ഹൈന്ദവ സഹോദരിക്ക് ആവശ്യമായ തുക കണ്ടെത്തി കൊടുത്തു. 19,000 രൂപ, 1,00,000 രൂപയോളം കളക്ട് ചെയ്ത് കൊടുത്തു. കാരണം എന്താണ്? ഈ നാട്ടിൽ പട്ടിണിയും വിഷമവും കഴിയുന്ന ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം മനുഷ്യർക്ക് പരിഹാരം ഈ പള്ളിയാണ്. ഈ പള്ളി സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. അതുകൊണ്ട് ഇതിൽ വന്ന ബാധ്യത കൂടി നിങ്ങൾ ഏറ്റെടുക്കണം. ഒരാളും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കരുത്. അള്ളാഹു തന്ന സമ്പത്തിൽ നിന്ന് നമ്മൾ പലതുള്ളി പെരുവെള്ളം നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഈ കടം തീർക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നല്ല കോലത്തിൽ അള്ളാഹു പടച്ചെങ്കിൽ നല്ല കോലമുള്ള കൽബ് നമ്മൾ തിരിച്ചു കൊടുക്കുക. തീരുന്നില്ല. ഇനി 4ാമതായിട്ട് അള്ളാഹു മനുഷ്യനെ ആദരിച്ചതിന്റെ സ്റ്റെപ്പ് ഏതെന്നറിയോ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ വിവരമുള്ളത് ആർക്കെന്നറിയോ? ഏറ്റവും കൂടുതൽ വിവരമുള്ളത് ആർക്കെന്നറിയോ? അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും വലിയ വിവരമുള്ളവരാരെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ മുമ്പിൽ, ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ മലക്കുകളുടെ വിഭാഗത്തിൽ പെട്ടതെന്ന് അഭിപ്രായപ്പെടുന്ന ജിബ്രീൽ ഒഴിച്ച് ബാക്കി സകല മലക്കുകളും സുജൂദ് ചെയ്തല്ലോ. ആദരവിന്റെ സുജൂദ, അംഗീകാരത്തിന്റെ സുജൂദ, വിവരമുള്ള ആളിന്റെ മുമ്പിൽ വണങ്ങിക്കൊടുക്കുന്ന, വിവരം കുറഞ്ഞവർ കാണിക്കുന്ന ആദരവിന്റെ ബഹുമാനത്തിന്റെ ഒരു തലകുമ്പിടലാണ് അവിടെ നടന്നത്. അല്ലാഹ് പറയുന്നു, വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹാ. അല്ലാഹു ആദം നബി എന്ന നമ്മുടെ വാപ്പാക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയും ഉള്ള വിവരം പഠിപ്പിച്ചു കൊടുത്തു. സകലമാന വിവരങ്ങളും കൊടുത്തു. എല്ലാത്തിന്റെയും പേര് പഠിപ്പിച്ചു കൊടുത്തു. ഭൂമിയിൽ വരാനിരിക്കുന്നത് വന്നതുമായ സകലതിന്റെയും പേരുകൾ ആദം നബിയെ കൊണ്ട് അല്ലാഹു പറയിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞത്, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അല്ലാഹുവേ, നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല. മലക്കുകൾ വെച്ചൊഴിഞ്ഞു. ആദം നബിയുടെ അടുത്ത് അങ്ങോട്ട് പറയാൻ പറഞ്ഞപ്പോ അക്കമിട്ട് ആദം നബി പറയാൻ തുടങ്ങി. അപ്പൊ മനുഷ്യൻ അല്ലാഹു തആല കൊടുത്തത് 4ാമത്തെ സ്റ്റെപ്പ്, ആദരവിന്റെ 4ാമത്തെ സ്റ്റെപ്പ്. അല്ലാഹു എല്ലാ വിവരവും എല്ലാ വിജ്ഞാനവും അല്ലാഹു തആല മനുഷ്യന് കൊടുത്തു എന്നുള്ളതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്? ഖദ് അഫ്ലഹ മൻ ജഅലല്ലാഹു ലഹു അഖ്ലാ. ഖദ് അഫ്ലഹ മൻ ജഅലല്ലാഹു ലഹു അഖ്ലാ. അല്ലാഹു വിവേകം കൊടുത്ത ഒരു വിഭാഗം വിജയിച്ചിരിക്കുകയാ. അല്ലാഹു വിവരം കൊടുത്ത എഡ്യൂക്കേറ്റഡ് ആയ ഒരു ജനത അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ബുദ്ധി കൊടുത്തത് മനുഷ്യന് മാത്രമാണ്. അതുകൊണ്ടല്ലേ ഈ സ്ത്രീകള് ഇപ്പോ അന്യ പുരുഷന്മാരെ കാണുമ്പോ തലമറയ്ക്കാത്ത അല്ലെങ്കിൽ ഔറത്ത് മറയ്ക്കാത്ത പെണ്ണുങ്ങളെ അതുപോലെ മൃഗതുല്യരാണ്. ഖുർആൻ പറഞ്ഞതാണ്, എന്റെ വാക്കല്ല. നമ്മളിപ്പോ ഒരു പശുവിനെ കെട്ടിയിരിക്കുകയാണ് വഴിയിൽ, അല്ലെങ്കിൽ ഒരു കാളയെ, അല്ലെങ്കിൽ എരുമയെ, അല്ലെങ്കിൽ പോത്തിനെ. നിങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ആണുങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ പശു എരുമ അവിടെ മേഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഏതെങ്കിലും പശു പള്ളിയിൽ നിന്ന് ആളുകൾ പോകുന്നു എന്നും പറഞ്ഞിട്ട് തുണി കൊടുക്കാൻ നിൽക്കുവോ? നിൽക്കൂല. കാളയും പോത്തിനെയും വഴിയോരത്ത് കെട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് സ്ത്രീകൾ അതുവഴി പോയത്. പെണ്ണുങ്ങളല്ലേ പോണെന്നും പറഞ്ഞിട്ട് നാണം മറയ്ക്കാൻ തുണിയെടുത്തുടുത്ത ഏതെങ്കിലും പോത്തോ കാളയോ ചരിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹു അതിന് വിവേകം കൊടുത്തിട്ടില്ല, അതിന് വിവരം കൊടുത്തിട്ടില്ല, അള്ളാഹു അതിന് വിജ്ഞാനം കൊടുത്തിട്ടില്ല. സഹോദരങ്ങളെ, ഇത് കൊടുത്തതാരാണ്? കൊടുത്തതാർക്കാണ്? മനുഷ്യർക്കാണ് അള്ളാഹു താല കൊടുത്തത്. ഏറ്റവും വലിയ കമ്പ്യൂട്ടർ എല്ലാം ചെയ്യുന്നു എന്ന് പറയുമല്ലോ, ഈ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്ന ആരാ? മനുഷ്യനല്ലേ. ഈ കമ്പ്യൂട്ടർ സിസ്റ്റം അതിനെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? മനുഷ്യരല്ലേ. നമ്മൾ പറയുന്നു എല്ലാം കമ്പ്യൂട്ടറാ ചെയ്യുന്നത്, നമ്മൾ ആരും ചെയ്യേണ്ട, എല്ലാം കമ്പ്യൂട്ടർ നോക്കിക്കോളും. ഈ കമ്പ്യൂട്ടറിനെ കൊണ്ട് അതിനെ സിസ്റ്റം സെറ്റ് ചെയ്ത് അതിനെ കൃത്യമായി വെച്ചിരിക്കുന്നത് മനുഷ്യന്റെ കൈയല്ലേ, മനുഷ്യന്റെ കരങ്ങളല്ലേ. മനുഷ്യന് മൺവെട്ടിയും മൺകോരിയും കുന്താലിയും കൊണ്ട് മണ്ണ് മാന്താൻ അവന് ബുദ്ധിമുട്ടാണ്.
നേരെ മറിച്ച് ഏതെങ്കിലും ഒരു കുറച്ച് ഭൂമി ഇടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഉടനെ നമ്മൾ JCB വിളിക്കും, പിന്നെ ആ മണ്ണുമാന്തി യന്ത്രം വിളിക്കും. ഞാൻ ചോദിക്കട്ടെ, ആ മണ്ണുമാന്തി യന്ത്രത്തെ അല്ലെങ്കിൽ JCB അല്ലെങ്കിൽ ബുൾഡോസറിനെ സ്വന്തമായിട്ട് വന്നത് കുഴിച്ചിട്ട് പണിയും കഴിഞ്ഞിട്ട് പോകൂലല്ലോ. അതിനെ ഡ്രൈവ് ചെയ്യാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു മനുഷ്യന്റെ കൈകൾ അതിൽ വേണ്ടേ? ഇനി പോട്ടെ, ഇന്നലെ മെനിങ്ങാന്ന് കാസർഗോഡ് നിന്ന് വരുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഇനി പുതിയൊരു വാഹനം ഇറങ്ങാൻ പോവാണ്. എന്താ വാഹനത്തിന്റെ പ്രത്യേകത? ഡ്രൈവർ വേണ്ട, ഡ്രൈവർ ഇല്ലാത്ത ഒരു വാഹനം ഇറങ്ങാൻ പോവാൻ. അതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, ഫ്രണ്ടിൽ ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ എന്താ ചെയ്യാ? അത് ബ്രേക്ക്, ഈ വണ്ടിയും ബ്രേക്ക് ആവും. എവിടെ പോണോ സിസ്റ്റത്തിൽ നമ്മൾ കൃത്യമായി ആഡ് ചെയ്താൽ ആ വണ്ടി നമ്മുടെ വീട്ടിലെത്തും. ഗേറ്റ് തുറന്ന് ആ ഗേറ്റ് തുറപ്പിച്ച് ആ വണ്ടി കൃത്യമായി പാർക്ക് ചെയ്യും. അങ്ങനെ സംവിധാനം വരാൻ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിങ്ങനെ ഈ കൺട്രോൾ ചെയ്ത് സിസ്റ്റം സെറ്റ് ചെയ്യാൻ ഒരു മനുഷ്യന്റെ കൈ വേണ്ടേ? ആർക്കാ ബുദ്ധി? ഇതൊക്കെ ഈ എത്ര കണ്ടുപിടുത്തം വന്നാലും ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധി എന്നല്ലേ നമ്മൾ പറയാം. എന്തോ ഒരു മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്യാ. അള്ളാഹു ഏറ്റവും കൂടുതൽ ബുദ്ധി കൊടുത്തിരിക്കുന്നത് മനുഷ്യനാണ്. വേറെ ഒരു പടപ്പിനും അള്ളാഹു ആ ബുദ്ധി കൊടുത്തിട്ടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് എന്തു ചെയ്യാ? അള്ളാഹു ആദരിച്ചതിന്റെ 4ാമത്തെ സ്റ്റെപ്പാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ച വിവരമുണ്ടല്ലോ, പഠിച്ച അറിവുണ്ടല്ലോ, അത് ജനങ്ങൾക്ക് ഉപകരിക്കണം, നമുക്കും ഉപകരിക്കണം, ജനങ്ങൾക്കും ഉപകരിക്കണം. എങ്ങനെയാ നമുക്ക് ഉപകരിക്കുക? സ്വന്തം തടി നന്നാക്കാനും ഇൽമു വേണം. ആ ഇൽമു കൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്കും ഉപകരിക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാം അറിയുമല്ലോ, അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത വിവരം സ്വപ്ന വ്യാഖ്യാനം എന്ന സുന്ദരമായ അറിവാണ്. സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയുടെ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്തല്ലോ. അവസാന സമയം യൂസുഫ് നബിയുടെ പ്രാർത്ഥനയിൽ അത് കാണാ, അല്ലാഹുവേ എനിക്ക് നീ സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിക്കാനുള്ള കഴിവ് തന്നല്ലോ അല്ലാ. ഒരു മനുഷ്യൻ അല്ലാഹു കൊടുത്ത വിവരമാണ്, യൂസുഫ് നബിക്ക് കൊടുത്ത വിവരമാണ്. ഏത് മനുഷ്യന് പാതിരാത്രിയുടെ നിശബ്ദതയിൽ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ പാതിരാത്രിയുടെ നിശബ്ദതയിൽ കാണുന്ന സ്വപ്നം, അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാ അല്ലാഹു യൂസുഫ് നബിക്ക് കഴിവ് കൊടുക്കുകയാ. ആ കഴിവ് സ്വന്തം തടിക്ക് ഉപകരിച്ചു. നമുക്ക് അല്ലാഹു തന്ന വിവരം സ്വന്തമായി ഉപകരിക്കണം, നാടിന് ഉപകരിക്കണം. ഒരു മുസ്ലിയാരായ സ്വന്തം നന്നാവണം, നാട് നന്നാക്കണം. അതാണ് അതിന്റെ ഒരു MBBS കാരൻ, അവൻ ഡോക്ടറായാൽ അവനും ഗുണമുണ്ടാകണം, നാട്ടുകാർക്കും ഗുണമുണ്ടാകണം. അല്ലാതെ ഞാൻ MBBS ആണെന്ന് പറഞ്ഞ് ബോർഡം തൂക്കി നടന്നാ പോരാ, അവന് സമൂഹത്തിന് ഗുണം ചെയ്യുന്നവരാകണം. ഒരു വക്കീലായാൽ അവന്റെ തടിക്കും രക്ഷ വേണം. അത് കാരണമായി മറ്റുള്ളവരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു മിടുക്കും മികവും അവനുണ്ടാകണം. ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ തനിക്ക് ഉപകരിക്കണം, ആ എഞ്ചിനീയറിംഗിലൂടെ ഒരു നാടിന് ഉപകാരം ഉണ്ടാക്കിയെടുക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാം നമ്മുടെ മുമ്പിൽ മാതൃകയാണ്. അദ്ദേഹത്തിന്റെ സ്വപ്ന വ്യാഖ്യാനം അദ്ദേഹത്തിന്റെ തടിയെ രക്ഷപ്പെടുത്തി. എങ്ങനെയെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കിടക്കുന്നു. ജയിലിൽ കിടക്കേണ്ട ഒരു ഘട്ടമുണ്ടായി. യൂസുഫ് നബി ജയിലിലാകുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹതടവുകാരായ 2 പേര് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, യൂസുഫ് നബിയോട് പറഞ്ഞു, യൂസുഫെ ഞാനൊരു സ്വപ്നം കണ്ടു. ഒരാൾ പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നം ഞാൻ ഇങ്ങനെ കള്ള് പിഴിഞ്ഞിട്ട് കള്ളുണ്ടാക്കുന്ന ഒരു ജോലിയെ, കള്ള് അതിങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന ഒരു കപ്പിൽ ഒഴിച്ചു കുടിക്കുന്ന രംഗമാണ് കണ്ടത്. മറ്റേ ആള് പറഞ്ഞു, ഞാൻ ഇങ്ങനെ തലയിൽ റൊട്ടിയും ചുമന്നുകൊണ്ട് പോകുന്നു. ഖുർആൻ പറഞ്ഞതാണ്. അതിനെ പക്ഷികൾ വന്നിട്ട് ഇങ്ങനെ കൊത്തിയെടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. യൂസുഫ് നബി അലൈഹിസ്സലാം ആ 2 പേരോടും പറഞ്ഞു, നീ അതായത് കള്ള് പിഴിഞ്ഞു കൊടുക്കുന്ന മനുഷ്യൻ, അയാളുടെ മുഖത്ത് നോക്കിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ രാജാവിന്റെ കൊട്ടാരത്തിൽ അയാൾക്ക് കള്ളൊഴിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നില്ലേ? ആ ജോലിയിലേക്ക് നിനക്ക് വീണ്ടും കയറാൻ പറ്റും, നിനക്ക് ആ ജോലി തിരിച്ചു കിട്ടും. മറ്റേ ആളോട് പറഞ്ഞു, നീ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്, നീ കൊല്ലപ്പെടാൻ പോവുകയാണ്. അവസാനം നിന്നെ കൊല്ലപ്പെടുന്ന ഘട്ടത്തിൽ നിന്റെ തലയിൽ വന്നിട്ട് പക്ഷികൾ കൊത്തിവലിക്കുന്ന ഒരു ഘട്ടമുണ്ടാകും. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചു. ഒരാളെ ക്രൂശിച്ചു, മറ്റേ ആളെ രാജാവിന്റെ കൊട്ടാരത്തിലെ പണിക്കാരനായി തിരിച്ചെടുത്തു. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് സഹോദരങ്ങളെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ
ആ സഹതടവുകാരിൽ കൊല്ലപ്പെടാത്ത പിന്നെ രാജാവിന്റെ കൊട്ടാരത്തിലെ ജോലിക്കാരനായി മാറിയ അയാൾ ഒരിക്കൽ രാജാവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാജാവ് കണ്ടൊരു സ്വപ്നത്തെ പറ്റി പറഞ്ഞത്. 7 മെലിഞ്ഞ പശുക്കൾ 7 തടിച്ച പശുക്കളെ തിന്നുന്നതായും 7 പച്ചയും 7 ഉണങ്ങിയതുമായ നെൽക്കതിരുകൾ സ്വപ്നം കണ്ട രാജാവ് എന്താണ് എന്നതിന്റെ വ്യാഖ്യാനം തേടിയപ്പോൾ കൊട്ടാര പണ്ഡിതന്മാര് പറഞ്ഞു, ഇത് പാഴ്ക്കിനാവാണ്, ഇതിൽ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ മനുഷ്യൻ രാജാവിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കള്ളൊഴിച്ചു തരുന്ന ആളായി മാറുമെന്ന് എന്നോട് പറഞ്ഞത് തടവുകാരനായ യൂസുഫാണ്. അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നിട്ട് വിവരം പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ഈ സമൂഹത്തിനും വിവരം നന്മയുണ്ടായി. എന്താണ്? കഠിനമായ ക്ഷാമത്തിൽ നിന്നൊരു സമൂഹത്തെ രക്ഷപ്പെടുത്താൻ യൂസുഫ് നബിയുടെ വിവരം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു ബുദ്ധി നൽകി, വിവരം നൽകി, വിദ്യാഭ്യാസം നൽകി ആദരിച്ച ലോകത്തെ ഒരേ ഒരു ജനത അത് മനുഷ്യരാണെങ്കിൽ നമുക്ക് അള്ളാഹു തന്ന വിദ്യ കൊണ്ട്, അറിവ് കൊണ്ട്, വിജ്ഞാനം കൊണ്ട് നമ്മൾ സ്വന്തം നന്നാവുകയും ഒരു സമൂഹത്തിന് ഉപകരിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി 5ാമതും 6ാമതുമായിട്ട് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ ചുരുക്കി പറയാണ്. 5ാമതായി വിശുദ്ധ ഖുർആൻ പറയുന്നു, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. 5ാമതായിട്ട് അള്ളാഹു പറയുകയാണ്, ഇനി ഒരു മനുഷ്യൻ അള്ളാഹു ആദരിച്ചതിന്റെ 5ാമത്തെ ഘട്ടമേതെന്നറിയോ? അള്ളാഹു സൂറത്തുൽ ലുഖ്മാനിലൂടെ പഠിപ്പിക്കുകയാണ്. അലം തറൗ അന്നല്ലാഹ سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. പ്രവിശാലമായ ആകാശത്തിലും പ്രവിശാലമായ പച്ചപ്പട്ട് വരച്ചതുപോലുള്ള ഭൂമിയിലുമുള്ള സകലതിനെയും അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നില്ലേ? ആകാശത്തിലൂടെ പ്രിയപ്പെട്ടവരെ, അന്തരീക്ഷത്തിലൂടെ 10,40,000 അടിയിലൂടെ 10,40,000 അടി മുകളിലൂടെ വിമാനം പറത്തിക്കൊണ്ടു പോകുന്നില്ലേ? അതുപോലെ സഹോദരങ്ങളെ, ചന്ദ്രനിൽ കാലൂനിയില്ലേ? അതുപോലെ തന്നെ എന്തെല്ലാ സംവിധാനങ്ങൾ ഈ മനുഷ്യന്റെ കരങ്ങളിൽ അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്തു. ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല സംവിധാനങ്ങളെയും അല്ലാഹു മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് ഖുർആൻ പറയുമ്പോൾ അല്ലാഹു പറയുകയാണ്, വസ്ബഗ അലൈക്കും നിഅമഹു ലാഹിറതൻ വബാതിനാ. പ്രത്യക്ഷ പരോക്ഷമായി അല്ലാഹു മനുഷ്യന് സകല നിഅമത്തുകളെയും പൂർത്തീകരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, 5ാമതായി മനുഷ്യനെ അല്ലാഹു ആദരിച്ചതിന്റെ അടയാളം എന്തെന്നറിയോ? അല്ലാഹുക്ക് വേണ്ടി സൃഷ്ടിച്ചത് ഈ ലോകത്ത് ഒന്നുമില്ല. ഒന്ന് മനസ്സിലാക്കും മോമിനെ, ഈ ലോകത്ത് അല്ലാഹുവിന് വേണ്ടി ഒന്നും അല്ലാഹു പടച്ചിട്ടില്ല. ആകാശം അല്ലാഹുക്ക് വേണ്ടി പടച്ചതല്ല, ഭൂമി അല്ലാഹുക്ക് വേണ്ടി പടച്ചതല്ല, സ്വർഗ്ഗനരകങ്ങൾ അല്ലാഹുക്ക് വേണ്ടി പടച്ചതല്ല. ഈ ലോകത്ത് അല്ലാഹുക്ക് വേണ്ടി ഒന്നും അല്ലാഹു പടച്ചിട്ടില്ല. അല്ലാഹുക്ക് വേണ്ടി പടച്ച ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. ഖലഖതുൽ അശ്യാഅ ലിഅജലിക. സകല വസ്തുക്കളെയും നിനക്ക് വേണ്ടിയാണ് മനുഷ്യ ഞാൻ പടച്ചത്. വഖലഖതുക ലിഅജലി. നിന്നെ എനിക്ക് വേണ്ടിയാണ് പടച്ചത്. ആകാശം മനുഷ്യനല്ല പടച്ചതാണ്, ഭൂമിയല്ല മനുഷ്യന് വേണ്ടി പടച്ചതാണ്. സാഗരങ്ങൾ, മാമലകൾ, മലക്കുകൾ, മലക്കുകൾ, ജിന്നുകൾ, സ്വർഗ നരകങ്ങൾ എല്ലാം അല്ലാഹു മനുഷ്യന് വേണ്ടി പടച്ചതാണ്. സ്വർഗം മനുഷ്യന് വേണ്ടി അല്ല സൃഷ്ടിച്ചതാ, നരകം മനുഷ്യന് വേണ്ടി അല്ല പടച്ചതാ. ഖലഖതുൽ അശ്യാഅ ലിഅജലിക. എല്ലാം നിനക്ക് വേണ്ടി പടച്ചു. വഖലഖതുക ലിഅജലി. എനിക്ക് വേണ്ടത് നിന്നെയാണ്. അല്ലാഹുക്ക് സ്വർഗം വേണ്ട, അല്ലാഹുക്ക് നരകം വേണ്ട. അല്ലാഹുക്ക് വേണ്ടത് എന്നെയാണ്, നിന്നെയാണ്, ഞങ്ങളെയാണ്, നിങ്ങളെയാണ്. എന്റെ പെങ്ങളെ, നിങ്ങളെയാണ് പടച്ചോന് വേണ്ടത്. അതുകൊണ്ട് എല്ലാം നമുക്ക് ഉപയോഗിക്കാം, അനുവദിച്ചത് മുഴുവനും നമുക്ക് ആസ്വദിക്കാം. പക്ഷേ നമ്മൾ
നമ്മളെ അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകണം. എല്ലാം അള്ളാഹു നമുക്ക് കീഴ്പ്പെടുത്തി തരുമ്പോൾ നമ്മൾ അള്ളാഹിനെ കീഴ്വണങ്ങുന്നവരാകി മാറണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി ആറാമതായിട്ട് അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ? ഒരു മനുഷ്യനെ ആദരിച്ചതിന്റെ ആറാമത്തെ ഘട്ടമേതെന്നറിയോ? അള്ളാഹു മനുഷ്യനെ ജോലിക്കാരാക്കിയിട്ട് മനുഷ്യനെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു വിഭാഗത്തെ ഇവിടെ സംവിധാനിച്ചു. വഇന്ന അലൈക്കും ലഹാഫിളീൻ. അല്ലാഹു പറയുകയാണ് വഇന്ന അലൈക്കും ലഹാഫിളീൻ. അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ ജോലിക്കാരാണ്. ഇവിടെ എത്ര പേരിയ്ക്കുന്നു, എത്ര പേര് വഅദ് കേൾക്കാൻ വന്നു, ഇതൊക്കെ രേഖപ്പെടുത്താൻ അള്ളാഹു ഒരു വിഭാഗം മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. വേറെ ഒരു ജോലി അവർക്കില്ല. അവരുടെ ഡ്യൂട്ടി എന്താ? ഭൂമിയിലൂടെ നടക്കണം. എവിടെ ഇൽമിന്റെ മജ്ലിസ്, എവിടെ ദിക്റിന്റെ മജ്ലിസ്, എവിടെ ശുക്റിന്റെ മജ്ലിസ്, അവിടെ കയറി ഇരിക്കണം, എന്നിട്ട് വരണം. നമ്മുടെ നന്മ തിന്മയിൽ നിന്ന് മലക്കുകൾ, നമ്മുടെ ചോദ്യം ചോദിക്കുന്ന മലക്കുകൾ, നമുക്ക് ഭക്ഷണം, മിന്നൽ, ഇടി, വെയില്, കാറ്റ്, മഴ, കോള്, ഇതൊക്കെ അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്ന മീകായിലിനെയാണ്. നമ്മുടെ റൂഹ് പിടിച്ചുകൊണ്ട് പോകാൻ അസ്റായിലിനെ ഏൽപ്പിച്ചു. ഈ ലോകത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ഇസ്രാഫീലിനെ ഏൽപ്പിച്ചു. ഇതെല്ലാം അല്ലാഹു തആല സംവിധാനിച്ചു. എന്നിട്ട് അതിലൊരു കൂട്ടം ആളുകളാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഹഫളത്തിന്റെ മാലാകന്മാർ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന്റെ മാലാകന്മാർ. അതാരാ? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഒരാപത്തിൽ വീഴാതിരിക്കാൻ, ഒരു അപകടത്തിൽ ചാടാതിരിക്കാൻ. വഇന്ന അലൈക്കും ലഹാഫിളീൻ. അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു നിയമിക്കുന്ന കുറെ പ്രൊട്ടക്ഷന്റെ മാലാകമാരുണ്ട്. അവര് നിങ്ങളെ ആപത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നതാ. നമ്മളെന്താ ചെയ്യേണ്ടതെന്നറിയോ? മലക്കുകളെ അകറ്റുന്ന പണിയെടുക്കാതിരിക്കുക. മലക്കുകളെ അകറ്റുന്ന പണി എടുക്കാതിരിക്കുക. മലക്കുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന കുറെ പണികളുണ്ട്. എല്ലാം പറയാൻ സമയമില്ല സഹോദരങ്ങളെ. ഒരെണ്ണം മാത്രം ഞാൻ പറയാം. ഏത് മാസത്തിലാണ് നമ്മളുള്ളത്? ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ എന്താ സംഭവിച്ചത്? ഏപ്രിൽ 1-ാം തീയതി ആര് തൂങ്ങിയെന്ന് പറഞ്ഞാലും കേസില്ല, ആര് മരിച്ചു എന്ന് പറഞ്ഞാലും പ്രശ്നമല്ല. കാരണം എന്താ? കളവ് പറയൽ ഏപ്രിൽ ഫൂളിന്റെ ദിവസമാണ്. അതെന്താണ് അതിന്റെ കാരണം എന്നൊക്കെ ഉള്ളത് മറ്റൊരു വിഷയം. അത് മറ്റൊരു വിഷയമാണ്. ഈ ഏപ്രിൽ മാസത്തിന്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ കളവ് പറഞ്ഞവരാണ്. എന്നാൽ അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് പറയുകയാണ്, ഇദാ കദബൽ അബ്ദു തബാഅദ മിൻഹുൽ മലകു മൈലാ മിൻ അതിനിരിഹി. അവന്റെ ദുർഗന്ധം കാരണം, ഒരു മനുഷ്യനെ കളവ് പറയുമ്പോൾ അടിച്ചു വീശുന്ന ദുർഗന്ധം കാരണം ഒരു മൈൽ അഥവാ 1.5 കിലോമീറ്റർ മലക്ക് അവനിൽ നിന്ന് വിദൂരത്താകുമെന്ന് മുഹമ്മദ് മുസ്തഫ. കളവ് പറയരുത്. എത്ര കാര്യങ്ങളുണ്ട് മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് മലക്കുകൾ അകന്നു പോകുന്ന. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുക. ഇങ്ങനെ ഒഴിവാക്കിയിട്ട് പടച്ചവൻ നമുക്ക് ആദരിച്ചു എന്ന് പറഞ്ഞ് മനുഷ്യനെ അള്ളാഹു ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടപ്പാക്കി ഉയർത്തി കാണിക്കുമ്പോൾ ആ ആദരവിന്റെ കാരണമായി എന്തൊക്കെ അള്ളാഹു മനുഷ്യന് ചെയ്തിട്ടുണ്ടോ അതൊക്കെയും കൃത്യമായി നന്ദിയുള്ളവരായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.